സെക്യൂരിറ്റി ജീവനക്കാരുടെ മരണം കോളിളക്കം സൃഷ്ടിച്ച കൊലപാതകങ്ങളായി മാറിയ സംഭവങ്ങൾ പലതുണ്ട്. തൃശൂർ പുഴയ്ക്കൽ ശോഭ സിറ്റിയിലെ സെക്യൂരിറ്റി ഗാർഡ് ചന്ദ്രബോസിനെ ഗേറ്റ് തുറക്കാൻ വൈകിയതിൻ്റെ പേരിൽ ബീഡി വ്യവസായി മുഹമ്മദ് നിഷാം കാർ കയറ്റി കൊലപ്പെടുത്തിയ സംഭവം നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. എന്നാൽ ഒരു വാർത്തയിലും ഇടം പിടിക്കാതെ പോയ പെരുമ്പാവൂരിലെ ഒരു സെക്യൂരിറ്റി ജീവനക്കാരൻ്റെ മരണത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. പെരുമ്പാവൂർ ജ്യോതി തിയേറ്ററിന് മുന്നിൽ പണ്ട് ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു പ്രതിമയുണ്ടായിരുന്നു. ഒരിക്കൽ അത് തകർക്കാൻ ശ്രമം നടന്നു. ആ സംഭവത്തിൻ്റെ ഏക ദൃക്സാക്ഷിയായ സെക്യൂരിറ്റി ഗാർഡിൻ്റെ ആകസ്മിക മരണം വർഷങ്ങൾ കഴിഞ്ഞിട്ടും വേദനിപ്പിക്കുന്ന ഓർമ്മയാണ്. ഏത് നാട്ടിൽ നിന്ന് വരുന്നവരെയും കൈനീട്ടി സ്വീകരിക്കുന്ന സംസ്കാരമാണ് പെരുമ്പാവൂരിൻ്റേത്. ഇന്ന് അതിഥി തൊഴിലാളികളെ ചേർത്ത് പിടിക്കുന്ന ആ നാട് പണ്ട് ഗുജറാത്തിയായ പ്രേംജി പട്ടേലിനെ പെരുമ്പാവൂർ നഗരസഭയിലേക്ക് ജയിപ്പിച്ചിട്ടുണ്ട്. പെരുമ്പാവൂരിൻ്റെ ഗതകാല സ്മരണകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് PP റോഡിലെ ജ്യോതി തിയേറ്റർ. ഞായറാഴ്ചകളിൽ അതിഥി തൊഴിലാളികൾ അടക്കി വാഴുന്ന ഇന്നത്തെ PP റോഡിൽ തിരഞ്ഞാൽ ജ്യോതി തിയേറ്റർ കാണില്ല. അതിൻ്റെ മുൻഭാഗം മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങൾ കൈയടക്കി കഴിഞ്ഞു. പിൻഭാഗം പക്ഷേ പൊളിച്ചിട്ടില്ല. ഗുരുദേവ പ്രതിമയും ഇന്ന് അവിടെ ഇല്ല. കുന്നത്തുനാട് SNDP യൂണിയൻ്റേതാണ് ജ്യോതി തിയേറ്റർ. ക്ഷേത്രപ്രവേശന വിളംബര സ്മാരക ഹാളായി നിർമ്മിച്ചതാണ്. പിന്നീടാണ് തിയേറ്ററായി മാറ്റിയത്. അവിടെ 1-ാം നിലയുടെ ഉയരത്തിലാണ് ശ്രീനാരായണ ഗുരു പ്രതിമ സ്ഥാപിച്ചിരുന്നത്. അതിന് ചുറ്റും ചില്ലുകൂടും ഉണ്ടായിരുന്നു. ഒരു ദിവസം രാത്രി സെക്കൻഡ് ഷോ കഴിഞ്ഞ് ആളുകളും ജീവനക്കാരും പിരിഞ്ഞുപോയ സമയം നോക്കി കയ്യിൽ ഇരുമ്പ് ചിറ്റികയുമായി ഒരാൾ അവിടെ എത്തി. ഗുരുദേവൻ്റെ പ്രതിമ തകർക്കുകയായിരുന്നു ലക്ഷ്യം. പെട്ടെന്നാണ് ഠേ എന്നൊരു ശബ്ദം കേട്ടത്. രാത്രിയുടെ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് പ്രതിമയുടെ ചില്ലുകൂടി ഉടഞ്ഞു ചിതറി. സെക്യൂരിറ്റി ജീവനക്കാരൻ ഓടിയെത്തി അക്രമിയുടെ നേർക്ക് ടോർച്ചടിച്ചു. അയാൾ ചുറ്റിക സെക്യൂരിറ്റി ഗാർഡിന് നേരെ വലിച്ചെറിഞ്ഞ് ഓടി രക്ഷപ്പെട്ടു. കേരളത്തിൽ പല ഭാഗത്തും വിഗ്രഹങ്ങളും കുരിശടികളും തകർക്കുന്ന കാലമായിരുന്നു അത്. സ്വാഭാവികമായും ഈ സംഭവവും വലിയ വാർത്താ പ്രാധാന്യം നേടി. പക്ഷേ ഒരു മാസം കഴിഞ്ഞിട്ടും പ്രതിയെ പിടിക്കാൻ പോലീസിന് കഴിഞ്ഞില്ല. കുന്നത്തുനാട് SNDP യൂണിയനിൽ ഉൾപ്പെട്ട അങ്കമാലി സ്വദേശിയായ K. ബാബു MLA വിഷയം നിയമസഭയിൽ ഉന്നയിച്ചു. അതോടെ പോലീസിന് സ്പീഡ് കൂടി. പിറ്റേന്ന് തന്നെ പ്രതിയെ പിടിച്ചു. കേസ് നടപടികളെല്ലാം എഴുതി പൂർത്തിയാക്കി പ്രതിയെ കോടതിയിലേക്ക് കൊണ്ടുപോകുന്നതിന് മുൻപ് സാക്ഷി ഒപ്പിടാൻ സെക്യൂരിറ്റിയെ വിളിച്ചു. പ്രതിയെ കണ്ടപ്പോൾ സെക്യൂരിറ്റി ഗാർഡ് പറഞ്ഞു, അന്ന് ചുറ്റികയുമായി വന്നത് ഇയാളല്ല. പിന്നെ ആരാണെന്നായി പോലീസ്. അത് തനിക്കറിയില്ലെന്ന് സെക്യൂരിറ്റിയുടെ മറുപടി. അക്രമിയോടായിരുന്നു അടുത്ത ചോദ്യം. പ്രതിമ തകർത്തത് നീയല്ലേ? ആരോ പഠിപ്പിച്ചു വച്ചതുപോലെ ഉടൻ വന്നു ഉത്തരം, അതെ സാറേ, പ്രതിമ തകർത്തത് ഞാനാണ്. 6 അടി ഉയരവും ബലിഷ്ഠമായ കരങ്ങളുമുള്ള ആ പോലീസ് ഉദ്യോഗസ്ഥൻ തീ പറക്കുന്ന കണ്ണുകളോടെ സെക്യൂരിറ്റിയെ നോക്കി. ഇവൻ കുറ്റം സമ്മതിച്ചു. പിന്നെ നിനക്ക് എന്താണ് തടസ്സം? സാധുവായ ആ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന് ഒന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. പോലീസ് ഉദ്യോഗസ്ഥൻ പ്രതിയെ സ്റ്റേഷൻ ഭിത്തിയോട് ചേർത്ത് നിർത്തി വയറ്റത്ത് ഒറ്റയിടി. അയാൾ കുലുങ്ങിയില്ല. പക്ഷേ സംഭവം കണ്ട സെക്യൂരിറ്റി ഗാർഡ് ബോധം കെട്ട് തളർന്നു വീണു. പേടിച്ചു വിറച്ച് പട്ടിമറ്റത്ത് വീട്ടിലെത്തിയ ആ പാവത്തിന് അന്ന് രാത്രി പനി പിടിച്ചു. ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചു. ഇന്നത്തെ പോലെ മനുഷ്യാവകാശ പ്രവർത്തകരും പൗരാവകാശ പോരാട്ടങ്ങളും ഇല്ലാത്ത കാലം. സംഭവം ഏറ്റെടുക്കാനോ പരാതി കൊടുക്കാനോ ആരും ഉണ്ടായില്ല. മുകളിൽ ഒരാളെല്ലാം കാണുന്നുണ്ട് എന്നാണല്ലോ പറയാറ്. പെരുമ്പാവൂരിൽ ജോലി ചെയ്യുമ്പോൾ തന്നെ ആ പോലീസ് ഉദ്യോഗസ്ഥന് ആലപ്പുഴയിലേക്ക് സ്ഥലം മാറ്റവും തുടർന്ന് സസ്പെൻഷനും വന്നു. ഒരു ക്രൈസ്തവ പുരോഹിതനുമായി ബന്ധപ്പെട്ട സംഭവത്തിലായിരുന്നു സസ്പെൻഷൻ. ഇതുകൊണ്ട് അദ്ദേഹം മോശക്കാരനാണ് എന്ന് ആരും അർത്ഥമാക്കരുത്. അങ്കമാലിയിൽ ജോലി ചെയ്യുമ്പോൾ പണ്ട് ഒരു കൊലക്കേസ് പ്രതിയെ ഇടിച്ച് ഇഞ്ച പരുവമാക്കിയതിൻ്റെ ക്രെഡിറ്റ് ഇതുവരെ മറ്റാരും ഭേദിച്ചിട്ടില്ല. ഒരു പോലീസ് സ്റ്റേഷൻ്റെ ഇടനാഴിയിൽ അരങ്ങേറിയ ഈ സംഭവം ഇത്ര കൃത്യമായി എങ്ങനെ പുറത്തറിഞ്ഞു എന്ന ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ ഉയരുന്നുണ്ടാകാം. അതിൻ്റെ രഹസ്യം കൂടി പങ്കുവെച്ച് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഗുരുദേവൻ്റെ പ്രതിമ തകർത്ത പ്രതിയെ പിടികൂടി എന്ന് പോലീസ് അറിയിച്ചതനുസരിച്ച് അയാളുടെ ഫോട്ടോ എടുക്കാൻ പത്രം ഓഫീസിൽ നിന്ന് പോലീസ് സ്റ്റേഷനിൽ എത്തിയ യുവ ഫോട്ടോഗ്രാഫർ ഒന്നും അറിയാത്ത ഒരു പാവത്തെ പോലെ നിന്ന് ഇതെല്ലാം ഒപ്പിയെടുക്കുന്നുണ്ടായിരുന്നു. പോലീസിൻ്റെ ഇടി കണ്ട് പേടിച്ച് മരിച്ച സെക്യൂരിറ്റി ജീവനക്കാരൻ്റെ മൊഴി സത്യമാണെങ്കിൽ ഗുരുദേവൻ്റെ പ്രതിമ തകർക്കാനെത്തിയ അക്രമി ഇന്നും നിയമത്തിൻ്റെ പരിധിക്ക് പുറത്താണ്.